കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാടിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. സംസ്ഥാനം നിർദ്ദേശിച്ച സ്ഥലത്ത് സാധ്യതാ പഠനം നടത്തുന്നതിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ 4 ആഴ്ച കൂടി ആവശ്യപ്പെട്ടു. എന്നാൽ അത്രയും സമയം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. എയിംസ് കേരളത്തിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലേ എന്നും എന്തുകൊണ്ടാണ് തീരുമാനം നീണ്ടുപോകുന്നതെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, കാലങ്ങളായുള്ള മലയാളിയുടെ കാത്തിരിപ്പാണ്. ഓരോ ബജറ്റ് വരുമ്പോഴും നമുക്ക് എയിംസ് ഉണ്ടാകുമോ, ബജറ്റ് ഇതര പ്രഖ്യാപനങ്ങളിൽ അതുണ്ടാകുമോ എന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണല്ലോ. 1 മാസം കൂടി സമയം വേണമെന്ന് കേന്ദ്രം പറയുന്നു, ഇനി 1 മാസം തരാനില്ല എന്ന് പറയുന്നു. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ക്രിസ്റ്റീന, എയിംസ് സംരക്ഷണ സമിതി എന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഒരു പിറ്റീഷൻ നൽകിയത്. അത് കഴിഞ്ഞ തവണ പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കിനാലിലാണ് ഈ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്, അവിടെ കേന്ദ്രം സാധ്യതാ പഠനം നടത്തണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലത്ത് കേന്ദ്രം സാധ്യതാ പഠനം നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിൽ സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇന്ന് പെറ്റീഷൻ സമർപ്പിച്ചപ്പോൾ ഫയൽ ചെയ്തിരുന്നില്ല. കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് പെറ്റീഷൻ സത്യവാങ്മൂലം അല്ലെങ്കിൽ അവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത ഒഫീഷ്യൽസുമായി സംസാരിക്കേണ്ടതുണ്ട്. 4 ആഴ്ച സമയം വേണം എന്നാണ് കേന്ദ്ര അഭിഭാഷകൻ ചോദിച്ചത്. പക്ഷേ ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാകില്ല. എത്രയോ നാളായി ഇപ്പോൾ ഈ എയിംസ് എന്ന ചർച്ച ആരംഭിച്ചിട്ട് അതിലൊരു നിലപാട് ഇതുവരെ എത്തിയിട്ടില്ല. സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്താൻ പറ്റുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. 2 ആഴ്ച സമയം നൽകാം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഈ ഹർജി അടുത്ത തവണ പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതിനിധി ഓൺലൈനായി ഹാജരായി എന്താണ് ഇതിന്റെ നടപടി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നുകൂടി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ പഠനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിലപാടുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളൊക്കെ നീണ്ടുപോകുന്നതിൽ കോടതിക്ക് അതൃപ്തിയുണ്ട്. ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ പദ്ധതി നടപ്പാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ആകത്തുകയായി പറഞ്ഞിട്ടുള്ളത്. ക്രിസ്റ്റീന, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഹൈക്കോടതി അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിന് എയിംസ് നൽകുന്നതിലുള്ള തീരുമാനം എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. വിഷ്ണു, ഇനിയുള്ള അടുത്ത നടപടി എന്തായിരിക്കും? ഇനി 2 ആഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്നല്ലേ ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്? ഫീസിബിലിറ്റി സ്റ്റഡി എത്രയും പെട്ടെന്ന്, അതായത് സാധ്യതാ പഠനം ഈ സ്ഥലത്ത് നടത്തണം. ഇപ്പോൾ കോഴിക്കോട് സ്ഥലം എടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ പഠനം നടത്തുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി നടത്തേണ്ടത് കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം ഹൈക്കോടതി വളരെ കൃത്യമായി നൽകിയിരുന്നു. സ്ഥലം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ പറഞ്ഞത്. പക്ഷേ ആ പഠനം നടത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരുന്നില്ല. കൂടുതൽ വ്യക്തത, അതായത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വ്യക്തത വേണം എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഹയർ ഒഫീഷ്യൽസുമായി സംസാരിക്കേണ്ടതുണ്ട്. ഒരു ഇമെയിൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ചില വ്യക്തതക്കുറവുകളുണ്ട്. അതുകൊണ്ട് അതുകൂടി ക്ലാരിറ്റി വരുത്തിയ ശേഷം ഒരു 4 ആഴ്ചയ്ക്ക് ശേഷം അക്കാര്യത്തിലൊരു തീരുമാനം അറിയിക്കാം എന്ന് അഭിഭാഷകൻ അറിയിച്ചെങ്കിലും ആ 4 ആഴ്ച സമയം നൽകാനാവില്ല. 2 ആഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ മറുപടി ലഭ്യമാകണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ എന്തർത്ഥമാണ് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന് എയിംസ് നൽകാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലേ, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഇല്ലേ എന്ന് കൂടി കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഫീസിബിലിറ്റി സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കും. ഒപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതിനിധി ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.